വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 2 ഡിഷസ് ആണ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഇലയടയും പിന്നെ സ്പാനിഷ് എഗ് ഓംപ്ലേറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇത്: കഴുകി വൃത്തിയാക്കി വെച്ച ഇല, ഉപ്പും വെള്ളവും കൂട്ടി കുഴച്ചെടുത്ത അരിമാവാണിത്. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെക്കാനുള്ള ഫില്ലിങ്സ് ആണ്. ഇത് നമ്മൾ നെയ്യ് ഒഴിച്ച് അതിൽ തേങ്ങ ഇട്ട് പിന്നെ അതിൽ കുറച്ച് ശർക്കര ഇട്ട് പിന്നെ ഏലക്കാപ്പൊടിയും ഇട്ട് മിക്സാക്കിയ ഒരു മിക്സാണ് ഇത്. ഇതാണ് നമ്മൾ ഫില്ലിങ്സായി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇലയട ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം തന്നെ നമ്മളൊരു അതിനുശേഷം അതിലേക്ക് മാവെടുത്ത് വെച്ച ശേഷം നന്നായി പരത്തുകയാണ്. വട്ടത്തിൽ നമ്മളിത് പരത്തുകയാണ്. ഇങ്ങനെ പരത്താൻ നല്ല രസമുണ്ടല്ലേ കൂട്ടുകാരെ? ഇങ്ങനെയൊക്കെ പരത്താൻ നിങ്ങൾക്കും ഇഷ്ടമാണല്ലേ? അപ്പോൾ നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിൽ നമ്മുടെ ഫില്ലിങ്സ് ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കാം. അതിനുശേഷം നന്നായി ഇവിടുന്ന് ഇങ്ങനെ അമർത്തി കൊടുത്ത ശേഷം നമ്മുടെ ഒരു ഇലയട റെഡി. അപ്പം ഇനി ഒരു ഇലയട കൂടി ഞാൻ നിങ്ങൾക്ക് പരത്തി കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു ഇല വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ മാവ് വെച്ച ശേഷം നമ്മൾ പരത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെക്കാം. ഇനി നമുക്കിത് മടക്കാം. അതിനുശേഷം ഇവിടെ പതുക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കാം. നമുക്കിനി ഈ ഇലയടകളെല്ലാം സ്റ്റീം ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഇലകടകളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡലി ചട്ടിയിലേക്ക് അത് വെക്കാൻ പോകുകയാണ്. ഇഡലി ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇലയട ചൂടാവുമ്പോഴേക്കും നമുക്കൊരു സിമ്പിൾ ഡിഷ് ഉണ്ടാക്കാം. അതിൻ്റെ പേരാണ് സ്പാനിഷ് എഗ് ഓംപ്ലേറ്റ്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് മിക്സാക്കിയ മിക്സാണ് ഇത്. അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്ന സാധനമാണിത്: തക്കാളി, ഉള്ളി, ക്യാരറ്റ്, പിന്നെ നമ്മുടെ മല്ലിയില, പിന്നെ നമ്മുടെ ക്യാരറ്റ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാൻ ഞാൻ പച്ചമുളകിൻ്റെ കാര്യം കൂടി പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലിട്ടിട്ടുണ്ട്. നമുക്ക് നന്നായി മിക്സാക്കാം. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓംപ്ലേറ്റിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ടാക്കി കഴിക്കണം. അപ്പോൾ നമ്മുടെ മുട്ട ഇനി ചൂടാവട്ടെ. മുട്ട ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് പതുക്കെ.
അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കെടുത്ത് പാത്രത്തിലിടാം. അപ്പോൾ നമ്മളെ സ്പാനിഷ് എഗ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ രുചിയുള്ളതാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മുടെ മധുരമുള്ള നമ്മുടെ ഇലയടയും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഇലയട. അപ്പോൾ ഞാനിന്നുണ്ടാക്കി 2 ഡിഷുകളാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. താങ്ക് യു.